നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. അങ്ങനെ 12 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി തുടങ്ങുന്ന SIRന്റെ പരിപാടി കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാരിന്റെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം കടുത്ത വിയോജിപ്പിനെ മറികടന്നുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ ആണ് SIRന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടിയുടെ തുടക്കമായിരിക്കുന്നത്. ഇവിടെ BLOമാർ ഈ ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും മാറിയിട്ടില്ല. ഒന്ന്, തിടുക്കപ്പെട്ട എന്തിനാണ് ഇത് നടപ്പിലാക്കുന്നതെന്ന് ചോദ്യം അവിടെ നിൽക്കുന്നു. ബീഹാറിലെ പാഠം എല്ലാവരെയും കൂടുതൽ ജാഗ്രതയുള്ളവരാക്കാൻ പ്രേരിപ്പിക്കുന്നു, ഒരർത്ഥത്തിൽ ഭീതിപ്പെടുത്തുക പോലും ചെയ്യുന്നു. ബീഹാറിൽ 65 ലക്ഷം മനുഷ്യരെ വെട്ടിക്കളഞ്ഞപ്പോൾ അതിൽ മഹാഭൂരിപക്ഷം പേർക്കും തങ്ങൾ ഏത് പ്രോസസ്സിനാണ് വിധേയരായത്, എങ്ങനെയാണ് പുറത്തായത്, ആരാണ് പുറത്താക്കിയത് എന്ന് പോലും അറിവുണ്ടായിരുന്നില്ല. അത് ആവർത്തിക്കപ്പെടുമോ കേരളത്തിലെന്ന വലിയ ചോദ്യം ഇവിടെ ഉണ്ട്. ഇത് പൗരത്വ പരിശോധനയല്ലേ നടക്കുന്നത് എന്ന് ഗൗരവമുള്ള ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിരിക്കുന്നു. ആ ചോദ്യം വലിയ ആഴമുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഭയപ്പാട് ജനങ്ങൾ പങ്കുവെക്കുന്നത് നാം കാണുന്നുണ്ട്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കേരളത്തിന് കഴിയുമെന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. 2, ഇനി കോടതിയിൽ പോയി നിയമ നടപടികൾ ഉണ്ടാക്കുക, തടസ്സവാദങ്ങൾ കൊണ്ടുവരിക എന്നതിന് സമയമെടുക്കുമായിരിക്കും. പ്രോസസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ അതിനകത്ത് ഫലപ്രദമായ പ്രതിരോധം അല്ലെങ്കിൽ ആരെയും വിട്ടുപോകാതിരിക്കാൻ എന്തുമാത്രം SIRനെ കുറിച്ച് കേരളം വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. വോട്ട് മാത്രമല്ല, അതിനപ്പുറം പൗരത്വം കൂടി അപകടത്തിലാകുന്ന സന്ദർഭമാണ് എന്ന രാഷ്ട്രീയ ജാഗ്രത മലയാളിക്ക് വന്നിട്ടുണ്ടോ? മലയാളിയെ ആ ജാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും എന്തൊക്കെ കൗണ്ടർ മെക്കാനിസം ഇതിനകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മളിന്ന്. അങ്ങനെ അതിരുകവിഞ്ഞ് നാം ഭയപ്പെടേണ്ടതുണ്ടോ? നമുക്ക് ഏതൊക്കെ തരത്തിൽ ഇതിനെ ഫലപ്രദമായി മറികടക്കാം എന്ന വിഷയം. ഈ ചർച്ചയിൽ എന്നോടൊപ്പമുള്ളത് CPIM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഷിബു മീരാൻ മുസ്ലിം ലീഗിൽ നിന്ന്, ഒപ്പം വലതു നിരീക്ഷകൻ ശ്രീ ബിജു നായർ എന്നിവരാണ്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ നിയമപരമായ നടപടിയിലേക്ക് പോവുക, സർവകക്ഷി സമ്മേളനം വിളിക്കുക, ഇതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ ഈ പ്രോസസ്സ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെമ്പാടും നമ്മൾ കാണുന്നതാണ്, കമ്മീഷനുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ എവിടെ നിന്നൊക്കെ ഉയർന്നു വന്നാലും കമ്മീഷൻ അതിൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് സാധാരണ അവരുടെ രീതി. അപ്പോൾ പിന്നെ ഫലപ്രദമായി അതിനെ നേരിടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് കേരളത്തിലെ സർക്കാരും നിങ്ങളുടെ പാർട്ടിയുമൊക്കെ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് CPIM, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ റീച്ചുള്ള പാർട്ടിയാണ്. നിങ്ങളുടെ കോംറേഡ്സ് ആൻഡ് കേഡേഴ്സ് എന്തുമാത്രം ഇതിനെ പിഴവുകളില്ലാതെ നടപ്പിലാക്കാൻ എഡ്യൂക്കേറ്റഡ് ആണ്? നിങ്ങൾക്ക് എന്തുമാത്രം അതിൽ നിങ്ങൾ എന്തുമാത്രം പ്ലാനിലാണുള്ളത്? നിഷാദേ, ഇത് ഗുരുതരമായ ഒരു ഭരണഘടന നിഷേധത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയിലെ പൗരർക്കെല്ലാം സാർവത്രികമായ വോട്ടവകാശം ഉറപ്പ് ചെയ്യുന്ന വ്യവസ്ഥകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ഭരണഘടനയാണ് നമ്മുടേത്. ഒരു ജനാധിപത്യ രാജ്യത്ത് സമ്മതിദാനാവകാശം ഉപയോഗിക്കുന്നതിന് എല്ലാ പൗരർക്കുമുള്ള അവകാശത്തിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ആ അവകാശം വളരെ പ്രധാനമാണ് ഒരു പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ സമ്പൂർണ്ണമായ നിരാകരണത്തിലൂടെ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയയെ ഹൈജാക്ക് ചെയ്യാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ബീഹാറിൽ ഇത്തരം നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണി ആകെ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, നിഷാദ് എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, കേരളത്തിലെ ഏറ്റവും അടിത്തട്ടിൽ വേരുകളുള്ള നമ്മുടെ രാജ്യത്തെ ബഹുജന പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഈ പ്രതിരോധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ്. നമ്മുടെ കോടതിയെ സമീപിക്കുക, സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് എന്താ കാര്യം? ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതി ഈ കാര്യത്തിൽ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു. പ്രത്യേകിച്ച് ആധാർ ഉൾപ്പെടെയുള്ളവ വോട്ടവകാശത്തിന്, വോട്ട് ചേർക്കുന്നതിന് അടിസ്ഥാന രേഖയായി സ്വീകരിക്കണം, അത് 12ാമത്തെ രേഖയായി സ്വീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ മിസ്റ്റർ ഗാനേഷ് കുമാർ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ എന്താണ് പറഞ്ഞത്? അതൊന്നും സുപ്രീം കോടതി പറയുന്നത് ഞങ്ങൾക്ക് ബാധകമല്ല. സുപ്രീം കോടതിയേക്കാൾ വലിയ ഭരണഘടനാ സ്ഥാപനമാണ് ഞങ്ങളെന്ന അഹന്തയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതിൻ്റെയൊക്കെ തുടർച്ചയിൽ വേണം കേരളം ഉൾപ്പെടെയുള്ള, ഇപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ്. അത്തരം ഒരു അവസരത്തെ തന്നെ ഉപയോഗപ്പെടുത്തി കേരളത്തിൽ എന്താണ് ഈ BLOമാരെ ഇറക്കിക്കൊണ്ട് എന്യൂമറേഷൻ ഫോറം എത്തിച്ചുകൊണ്ട് ഈ തീവ്ര വോട്ട് പരിശോധന ആരംഭിക്കാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, പ്രാദേശിക തലത്തിൽ, ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരെല്ലാം തെരഞ്ഞെടുപ്പുമായി, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായുള്ള പ്രവർത്തനങ്ങളിലാണ്. അത്തരമൊരു പ്രവർത്തനത്തെ സന്ദർഭത്തിൽ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടുള്ള, സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള എന്യൂമറേഷൻ ഫോറം
വിതരണം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് CPM കാണുന്നത്. ഇതിനെ എല്ലാ തലങ്ങളിലും പ്രതിരോധിക്കേണ്ടതുണ്ട്. ആ പ്രതിരോധം എന്താണ്? ഏതെങ്കിലും ഒരു കക്ഷിയുടെ പ്രശ്നമായിട്ട് മാത്രം ചുരുക്കാൻ പാടില്ല. ഈ രാജ്യത്ത് ജനാധിപത്യപരമായ പാർലമെന്ററി സംവിധാനം, അതിൻ്റെ മൗലിക അടിസ്ഥാനമായിരിക്കുന്ന സാർവത്രികമായ വോട്ടവകാശം, പൗരന്മാർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടാവണം. സമ്മതിദാനം വ്യവസ്ഥാപിതമായി തന്നെ ലഭിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന കാര്യം നാളെ. ശരി, ഞാൻ ചോദിക്കുന്നത് KT, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണല്ലോ നിങ്ങൾക്ക് എല്ലായിടത്തേക്കും പെനട്രേഷനുള്ള പാർട്ടിയാണ്. അപ്പോൾ ആളുകൾ പൊതുവെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ഇപ്പോൾ SIR നടപ്പിലാക്കുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനൊന്നും കഴിയില്ല. കേരളം വളരെ പൊളിറ്റിക്കലി വിജിലൻ്റ് ആയിട്ടുള്ള നാടാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേരോട്ടമുള്ള നാടാണ്, അപ്പോൾ അതുകൊണ്ട് നടക്കില്ല എന്നാണ്. നിങ്ങളും ആ കോൺഫിഡൻസിൽ തന്നെയാണുള്ളത്? അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോചനയുടെയും അല്ലെങ്കിൽ ഈ പരിപാടികളുടെയൊക്കെ സാധ്യത കാണുന്നുണ്ടോ? അത് നടക്കുമോ കേരളത്തിൽ? അല്ല, അത്തരം ഗൂഢാലോചനകളുണ്ടാവും. ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേന്ദ്രാധികാരത്തിലുള്ളത്. അത് RSSന്റെ അജണ്ടയാണ്. വിചാരധാര വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അവർ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത, ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളെ അംഗീകരിക്കാത്ത രാജാധികാരത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് രാജഗുരുവായിട്ട് മാത്രം കാണുന്ന ആളുകളാണ് അവർ. അപ്പോൾ RSS രാജഗുരുവായിട്ട് വർത്തിക്കും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന, ഈ സുവർണകാലം എന്ന കവർ പറയുന്ന ഭൂതകാലത്തിൽ അഭിരമിക്കുന്നവരാണ്. അതിൻ്റെ പ്രത്യയശാസ്ത്രമാണ് അവർക്കുള്ളത്. അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടി RSS അജണ്ടയിൽ രാജ്യം ഭരിക്കുമ്പോൾ എന്തു സംഭവിക്കാം? പക്ഷേ എല്ലാ തലങ്ങളിലും നമുക്ക് പ്രതിരോധം ഉയർത്താൻ കഴിയണം. തീർച്ചയായിട്ടും എന്താണ് ബൂത്ത് തലത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, BJP ഇതര കക്ഷികൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായ എന്യൂമറേഷൻ ഫോറങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന, ഇതിലുള്ള BLOമാരെ ഉപയോഗിച്ചുള്ള അവരുടെ ഇടപെടൽ ഇതിൻ്റെ ഒരു ബേസായി എടുത്തിരിക്കുന്നത് 2008 വോട്ടർ പട്ടികയാണ്. അപ്പോൾ 2002 വോട്ടർ പട്ടികയാണ്. അതുതന്നെ എന്താണ് വളരെ അപകടകരമായ ഒരു സൂചനയാണത്. 2002 വോട്ടർ പട്ടികയെ അടിസ്ഥാനം, അതിൽ പേരില്ലാത്തവർ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവർ നിർദ്ദേശിക്കുന്ന രേഖകൾ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കകം ഹാജരാക്കാൻ കഴിയുമോ? അത് പ്രായോഗികമായ ഒരു പ്രശ്നം കൂടിയില്ലേ? കുറഞ്ഞ ദിവസങ്ങൾക്കകം ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന തങ്ങളുടെ വോട്ടവകാശം സ്ഥാപിക്കാൻ കഴിയുന്ന, അത് ഉറപ്പുവരുത്താൻ കഴിയുന്ന രേഖകൾ സംഘടിപ്പിക്കാൻ കഴിയുമോ? ഇങ്ങനെ പ്രായോഗികമായ നിരവധി വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം തന്നെ അതിശക്തമായി താഴെത്തട്ടിൽ ബഹുജന തലത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ഇറക്കിക്കൊണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട്. അത് നിയമം അനുവദിക്കുന്ന വഴികളിലൂടെ എങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുമെന്ന കാര്യം രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കണം. ഇപ്പം ബംഗാളിൽ ബംഗാളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലെ സാഹചര്യം. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വോട്ട് ചേർക്കുന്ന കാര്യത്തിലൊക്കെ വളരെ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. മമത പറഞ്ഞതുപോലെ തന്നെ ഈ BLOമാരോടൊപ്പം BLAമാരെയും ഞങ്ങൾ വീടുകളിലേക്ക് പറഞ്ഞേക്കും. അതിന് സമാനമായ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുജന തലത്തിലുള്ള, അടിസ്ഥാന തലത്തിലുള്ള പ്രതിരോധങ്ങൾ ഉയർത്താൻ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിൽക്കണം. BJP ഒന്നിച്ചു നിൽക്കേണ്ടത് അനിവാര്യമായ സന്ദർഭമാണ്. ഒപ്പം തന്നെ അതിന്റെ ഭരണഘടനാ പ്രശ്നം കൂടി KT പറയുകയാണ്. ഷിബു മീരാൻ, ഇവിടെ ഇപ്പോൾ ഉയർത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന് ഈ പ്രവാസികളുടെ വോട്ടവകാശത്തിന് നിഴല് വീഴുന്നുണ്ടോ എന്നതാണ്. ചില പ്രത്യേക മേഖലകളെ സവിശേഷമായി ഇത് ബാധിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അതിനകത്ത് ചില നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന്. മുസ്ലിം ലീഗ് ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? ഇതൊരു വലിയ ത്രെട്ടായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടോ? ലീഗ് അതിനകത്ത് എന്തൊക്കെ കൗണ്ടർ മെക്കാനിസം പരിപാടികൾ എടുത്തിട്ടുണ്ട്? അതിൽ നിങ്ങൾ കാണുന്ന പ്രധാന ആശങ്കകൾ അല്ലെങ്കിൽ പ്രധാന ഇമ്പാക്റ്റ് ഏരിയാസ് ഏതൊക്കെയാണ്? നിഷാദ്, നമ്മളിപ്പോൾ ഈ SIR കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുമ്പോൾ നമ്മളൊക്കെ ഇതിനെ നമ്മുടെ മുന്നനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിതിൻ്റെയൊക്കെ ഒരു ഭീഷണിയെ, ഇതിൻ്റെ ഇമ്പാക്റ്റിനെ വിലയിരുത്തി പോവുക. ഇത് നേരത്തെ നടപ്പാക്കിയ ബീഹാറിൻ്റെ ഒരു അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അവിടെ നമ്മൾ കാണുന്ന കണക്കനുസരിച്ച് യഥാർത്ഥത്തിൽ 67 ലക്ഷം പേരാണ് വോട്ടവകാശം നഷ്ടപ്പെട്ടവരായി വന്നത്. പക്ഷേ നമ്മളൊരൊറ്റ കണക്ക്, ഞാനത് വളരെ പെട്ടെന്ന് പറയാം, ഇതിൻ്റെ ഒരു യഥാർത്ഥ ഭീകരത നമുക്ക് ബോധ്യമാനാണ് നിഷാദ്. യഥാർത്ഥത്തിൽ അവിടെ ഈ 18 വയസ്സിന് മേലെ പ്രായമുള്ള ബീഹാറുകളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 8,18,00,000 അതിൽ 7,90,00,000 പേരാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ SIR നടക്കുമ്പോൾ ആളുകളുടെ വോട്ടവകാശം ഉറപ്പാക്കലാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ജോലി ചെയ്തിരുന്നെങ്കിൽ ബീഹാറിന്റെ വോട്ടർ പട്ടികയിൽ ആളുകൾ കൂടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചത്? അത് നേരെ 7,20,24,00,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 94 ലക്ഷം പേർ, 1 കോടിക്ക് അടുത്ത് പേർ അവിടെ വോട്ടവകാശം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇനി ഇതാരാണ് എന്ന് ചോദിച്ചാൽ
ഇതിപ്പോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ പ്രവാസികളുടെയോ മാത്രം പ്രശ്നം, അവരൊക്കെ ഇതിൽ ബാധിതരാകും. ഇതിന്റെ ആദ്യം ഇത് ബാധിക്കാൻ പോകുന്ന ത്രെട്ട്, നേരത്തെ ബീഹാറിന്റെ ഒരു സവിശേഷത നമ്മൾ പഠിക്കുമ്പോൾ 1962 2 പുരുഷന്മാർ വോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ വോട്ട് ചെയ്ത സംസ്ഥാനമാണത്. എന്നാൽ 2024 വരുമ്പോൾ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം 59ആയി, പുരുഷന്മാരുടേത് 54. എന്ന് വെച്ചാൽ 1000 പുരുഷന്മാർക്ക് 912 സ്ത്രീകളുടെ പേരുണ്ടായിരുന്നു. എന്നാൽ SIR കഴിയുമ്പോൾ 892 സ്ത്രീകൾ ആയി ചുരുങ്ങി. സ്ത്രീകൾ കുറെ പേർ ഒഴിവാക്കപ്പെടുന്നു. കാരണം സ്ത്രീകൾക്ക് നമുക്കറിയാം ഈ രേഖകൾ പോയി സമർപ്പിക്കാനും ഒക്കെ സ്ത്രീകൾക്ക് പൊതുവെ മൊബിലിറ്റി കുറഞ്ഞ ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിനകത്ത് പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ ഇത് ബാധിക്കാൻ പോകുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ദളിതുകൾ, ഇവിടുത്തെ ആദിവാസികൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഇവിടുത്തെ പ്രവാസി എന്ന് പറഞ്ഞാൽ സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ പ്രവാസികളുടെ കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പറയുന്നത് അവർക്ക് എന്യൂമറേഷൻ ഫോം ബന്ധുക്കൾക്ക് സ്വീകരിക്കാമെന്നൊക്കെയാണ്. പക്ഷെ അവരുടെ കാര്യത്തിൽ ഒരു ആക്ഷേപം വന്നാൽ, ഒരു ഹിയറിംഗ് വേണ്ടി വന്നാൽ, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈൻ ഹാജരായി ഈ ഹിയറിംഗിൽ പങ്കെടുത്തവരുടെ വോട്ടവകാശം ഉറപ്പാക്കാൻ കഴിയുമോ? അതെല്ലാം നേരിട്ട് ഇവിടെ വരേണ്ടി വരും. നേരിട്ട് ഇവിടെ വരുമെന്നാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ പോലും എത്ര പ്രവാസികൾക്ക് ഈ ഷോർട്ട് ടൈമിൽ അതിന് കഴിയും എന്നൊരു ചോദ്യമുണ്ട്. കാരണം ബീഹാറിന്റെ അനുഭവത്തിൽ ഈ കുടിയേറ്റ തൊഴിലാളികളാണ് ബഹുഭൂരിപക്ഷം. ബീഹാറിലിപ്പോൾ ഈ 67 ലക്ഷം ആളുകളെ വെട്ടിമാറ്റുമ്പോൾ ഈ BJPയും സംഘപരിവാറും പറയുന്നത് പോലെ അവരൊന്നും ഇൻഫിൽട്രേറ്റേഴ്സും നുഴഞ്ഞു കയറ്റക്കാരൊന്നും അല്ലല്ലോ. അങ്ങനെയാണ് ഈ ഇത്രയും 1 കോടി ആളുകൾ ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ ഈ അമിത്ഷായും പ്രതിരോധ മന്ത്രിയൊക്കെ കഴിഞ്ഞ 10 കൊല്ലം എന്താ ചെയ്തുകൊണ്ടിരുന്നുള്ള ചോദ്യം വേറെ വരും. എന്നുവെച്ചാൽ ഇത് ബോധപൂർവം സമൂഹത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ, പ്രവാസികളെ, സ്ത്രീകളെയൊക്കെ വോട്ടവകാശത്തിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ഒരു ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് നിഷാദ്? ഇപ്പൊ നമുക്കറിയാം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കലായിരുന്നു ഇവരുടെ ഒരു ഇന്റൻഷൻ എങ്കിൽ നമുക്കറിയാം. ഇപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു സുതാര്യത ഉറപ്പാക്കാൻ നമ്മളൊരു ചുമതലപ്പെടുത്തിയ ആളാണെന്നാണല്ലോ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം. അദ്ദേഹം കൃത്യമായി ബുള്ളറ്റ് പോയിന്റ് വെച്ച് വീഡിയോ ഡിസ്പ്ലേയിൽ പറയാണ് ബാംഗ്ലൂരുവിൽ ഒരു മണ്ഡലത്തിൽ ഇതാ 1,40,000 കള്ളവോട്ടുകളുണ്ട്, അത് ഇന്നിന്ന ആളുകളാണ്, ഇന്നിന്ന നമ്പറിലാണ്, ഇന്നിന്ന വീട്ടു നമ്പറിലാണെന്ന് പറയുമ്പോൾ അത് മുഖവിലക്കെടുത്ത് ആ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ഞങ്ങളിതാ ശുദ്ധീകരിക്കാൻ പോകുന്നു എന്നല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. മറിച്ച് നിങ്ങൾ ഇതൊക്കെ വെറുതെ വിളിച്ചു പറയണം, നിങ്ങൾ ജയിലിൽ പോയി കിടക്കും എന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തണം. അപ്പൊ ഇവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കലല്ല, മറിച്ച് ഒരു വിഭാഗം ആളുകളെ വോട്ടവകാശത്തിൽ നിന്ന് വെട്ടിമാറ്റലാണ് എന്ന് സംശയിക്കാവുന്ന ന്യായമായ കാരണങ്ങൾ. മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ വോട്ടവകാശം വെട്ടിമാറ്റുക, യോഗേന്ദ്ര ജാദവ് ആ മനുഷ്യരെ പച്ച ജീവനോടെ സുപ്രീം കോടതിക്ക് മുൻപായി ഹാജരാക്കിയിട്ട് ഈ നിൽക്കുന്ന മനുഷ്യരെയാണ് വെട്ടിമാറ്റിയതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിറകിലുള്ള അജണ്ടകളെ കുറിച്ച് സംശയിക്കുമ്പോഴാണ് കേരളത്തിൽ സ്വാഭാവികമായും ഇത് ആശങ്ക ഉണ്ടാകുന്നത്. ആ ആശങ്ക മുസ്ലിം ലീഗ് നല്ലോണം പങ്കുവെക്കുന്നുണ്ട്, ഞങ്ങളത് ഏറ്റെടുക്കുന്നുണ്ട്. കേരളത്തിലെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അതിൽ ഒറ്റക്കെട്ടാണ്. ഞങ്ങളുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ ഒരു മെക്കാനിസം അത് ഞങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുക തന്നെ. ഇത് 2-3 തരത്തിൽ നമുക്ക് ഈ പോരാട്ടങ്ങളെ മുന്നിൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണല്ലോ നിഷാദ്. ഒന്ന്, ഇതിന്റെ ഒരു രാഷ്ട്രീയ പോരാട്ടം കൃത്യമായി നടക്കേണ്ടതുണ്ട്. ആ പോരാട്ടത്തിന് ഞങ്ങൾ മുൻകൈയെടുക്കും. പൊതുവായി രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈയെടുത്ത് നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി ഞങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തേത് നിയമ പോരാട്ടമാണ്. കേരളം എന്ന നിലക്ക് നമ്മളിപ്പോൾ ഒരു സർവകക്ഷി യോഗം ചേരാനിരിക്കുന്നു. നമ്മുടെ നിയമസഭയുടെ പ്രമേയമുണ്ട്. നമ്മൾ കോടതിയെ സമീപിക്കുമെങ്കിൽ ആ കോടതിയുടെ ആ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നമ്മൾ നൽകും. അതോടൊപ്പം മറ്റൊരു പ്രശ്നമുള്ളത്, ഈ പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി ഓൾറെഡി പെൻഡിംഗ് ആയ ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ അടുത്ത ദിവസം ഒരു കേസ് കൊടുക്കാനിരിക്കുന്നു. ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ SIRനെ ബഹിഷ്കരിക്കുക എന്നൊരു നിലയിലേക്ക് പോയതായി നമ്മൾ കാണുന്നില്ല. കാരണം അതിനകത്ത് ബഹിഷ്കരിച്ചാലുള്ള ഇമ്പാക്ട്സ് കുറെ കൂടി വലുതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ആളുകളെ ഇതിന്റെ ആശങ്കയിൽ നിന്ന് പരമാവധി മോചിതരാക്കാൻ പരമാവധി മനുഷ്യർ ഈ പ്രക്രിയയുടെ ഭാഗമായി അവരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്ന ഒരു പ്രോസസ്സ് കൂടി നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ കാരണം ഇപ്പോൾ കോടതി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റേ കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം നിഷാദിനും യാഥാർത്ഥ്യബോധത്തോടെ പരിശോധിക്കും പറയല്ലോ ഇല്ല. ബഹുമുഖ തലത്തിൽ ഈ വിഷയത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് കൂടി ഒരു സർവകക്ഷി യോഗം വിളിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അതിനൊരു പോസിറ്റീവായ സ്പിരിറ്റിൽ തന്നെ കണ്ടുകൊണ്ട് അതിൽ ഒറ്റക്കെട്ടായി കേരളത്തിന്റെ ഒരു പ്രതിരോധം ശക്തമായി. ഞാൻ ചോദിക്കുന്നത് ലീഗിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുറെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസ് ഉണ്ടല്ലോ, അവിടെ പ്രവാസികളുടെ വലിയ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടുത്തെ ഈ പ്രശ്ന സാധ്യതാ മേഖലകളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ? അവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ജാഗ്രതാ മെക്കാനിസം ഉണ്ടോ? ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് നിങ്ങളുടെ KMCC എന്ന് പറഞ്ഞ വലിയ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മെക്കാനിസം എന്നാണ് ചോദിക്കുന്നത്. മറ്റേ പ്രശ്നമുണ്ട്, ഭരണഘടനാ പ്രശ്നമുണ്ട്, ബീഹാറിലെ ഇഷ്യൂ ഉണ്ട്, കോടതി പോക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ഗ്രൗണ്ടിൽ ഇപ്പം നേരിട്ടേ പറ്റൂ. അതിന് ലീഗ് എന്താ ചെയ്യുന്നത് ചോദിക്കുന്നത്? അതാണ് ആളുകൾ ഞാൻ അതാണ് നിഷാദ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ആ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രോസസ്സിന്റെ ഭാഗമായി ഒരു പ്രവാസിക്കും ഇത് നഷ്ടപ്പെടാത്ത രൂപത്തിലേക്കുള്ള ഒരു നെറ്റ്വർക്ക് KMCC ഗൾഫിലെ നല്ല നെറ്റ്വർക്കാണ്. ഞങ്ങളുടെ പ്രാദേശികമായ സംവിധാനങ്ങൾ, ഓഫീസുകൾ, ഞങ്ങളുടെ അഡ്വക്കേറ്റ്സ്, ഞങ്ങളുടെ നിയമവിഭാഗം,
ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഞങ്ങളുടെ ജനപ്രതികൾ എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മിഷന് ഞങ്ങൾ ഭാഗമാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ബഹിഷ്കരിക്കാവുന്ന ഒരു അവസ്ഥയിലല്ല നമ്മളിപ്പോൾ ഉള്ളത്. കൃത്യമായി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് ഇതിനെതിരായ രാഷ്ട്രീയ നിയമ പോരാട്ടം, അതോടൊപ്പം തന്നെ ഒരാൾക്ക് പോലും ഇത് നഷ്ടമാകാത്ത രൂപത്തിലുള്ള നിരന്തരമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ കാര്യത്തിൽ ഇപ്പോഴുള്ള ഈ ആശങ്കകൾ അത് പരിഹരിക്കാനുള്ള ഇനീഷ്യേറ്റീവ് തീർച്ചയായും ഞങ്ങൾ നടത്തും. ആ മനുഷ്യരെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സിസ്റ്റത്തിന്റെ ഒരു ലൂപ്പ് ഹോൾസിന്, ഔദാര്യത്തിന് മുസ്ലിം ലീഗ് വിട്ടുകൊടുത്തിട്ട് കൈയും കെട്ടി ഒരു നിലക്കും നോക്കി നിൽക്കില്ല. എല്ലാ മൈഗ്രന്റ് ലേബേഴ്സിന്റെ ശരി ബിജു നായർ, ഇതിനകത്ത് ഇന്നിപ്പോ നമ്മുടെ ഒരു വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇരട്ട വോട്ട് കണ്ടെത്താൻ വല്ല പരിപാടിയും ഉണ്ടോ എൻട്രി ചെയ്യുമ്പോൾ? അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല. പക്ഷെ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം അത് പരിശോധിക്കാനുള്ള പ്രവർത്തനം ഉണ്ടാക്കും എന്നാണ് ഇപ്പം നമ്മുടെ വാർത്തയ്ക്കുള്ള പ്രതികരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള മറുപടി. എന്ന് വെച്ചാൽ ഈ വോട്ടർ പട്ടിക ആകെ കുഴപ്പമാണ്. ഇരട്ട പട്ടികയുണ്ട്, മരിച്ചവരുടെ പേരുണ്ട്, സ്ഥലം മാറിയവരുടെ പേരുണ്ട്, വിലാസ പ്രശ്നമുള്ളവരുടെ ഉണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യാനും പക്കയാക്കാനുമാണ് ഇപ്പം നമ്മളിത് പരിപാടി നടത്തുന്നതാണല്ലോ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡബ്ലിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു AI മെക്കാനിസമോ എന്തെങ്കിലും ടെക്നോളജിക്കൽ സംഗതികളോ ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പട്ടിക വന്നു കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗപ്പെടുത്തും എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ സത്യത്തിൽ ഇത് വോട്ടർ പട്ടികയിലെ ക്ലീനിങ് അല്ല ഉദ്ദേശം, വേറെന്തൊക്കെയോ ആണെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് അത് ബലപ്പെടുകയല്ലേ ആ സംശയം? ശ്രീ ബിജു. ഇവിടെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഒരു ഭീതി വ്യാപാരത്തിലാണ് ഇവിടെയുള്ള പാനലിസ്റ്റുകൾ പോലും എൻഗേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ഈ ഒരു ചോദ്യം തന്നെ, താങ്കൾ ഉന്നയിച്ച ആ ഒരു ചോദ്യം തന്നെ, ആദ്യത്തെ സ്റ്റേജിൽ എന്യൂമറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരും അവർ പറയുന്നതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് അത് രേഖപ്പെടുത്തുക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഡബിളിംഗ് ഒക്കെ പിന്നത്തെ സ്റ്റേജിലായിരിക്കും ചെക്ക് ചെയ്യപ്പെടുന്നത്. ഇന്ന് ഈ ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടും, നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കും, എന്തോ ഭരണഘടനാ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നതൊന്നും തീർത്തും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് സത്യം. കാരണം ആർട്ടിക്കിൾ 326 അനുസരിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പ്രായപൂർത്തിയ വോട്ടവകാശം നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളത്. ഈ SIR എന്നുള്ളതും ഒരു പുതിയ പരിപാടിയല്ല. 2002 ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് തന്നെയാണ്, കാലാകാലങ്ങളിൽ ഇത് നടക്കുന്നത് തന്നെയാണ്. അതിന് തന്നെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ചാണ് മുന്നേറുന്നത്. ഇപ്പോൾ പ്രവാസികളുണ്ടെങ്കിൽ അവർക്ക് ഇതിലെങ്ങനെ പങ്കെടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ആ BLOകൾ അവിടെ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണകളുണ്ട്. ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസർ അദ്ദേഹം രത്തൻ കേൽക്കർ വളരെ വ്യക്തമായി പല മീഡിയകളിലും ഓൾറെഡി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തരത്തിലൊരു ഭീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം അവരെല്ലാം അവരുടെ വോട്ടവകാശം നേടിയെടുക്കുവാൻ പ്രാപ്തരാണ് ഇന്ന്. പ്രത്യേകിച്ചും കേരളത്തിലെ പ്രബുദ്ധ ജനതയാണ്, രാഷ്ട്രീയപരമായി നല്ല വേരോട്ടമുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും യാതൊരു പേടി ഉണ്ടാവേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ പേടിയുള്ളവർ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ്. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടും എന്നൊക്കെ പറയുന്നവർ തന്നെയാണ്. കാരണം അവർ ഇത്രയും കാലം അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ പ്രധാന ഒരു കോൺട്രിബ്യൂഷൻ ഇതുപോലെയുള്ള കള്ളവോട്ടുകളാണ്, ഇരട്ട വോട്ടുകളാണ്, മരിച്ചുപോയവരുടെ പേരിൽ വോട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഈ വോട്ടർ പട്ടികയ്ക്ക് ആവശ്യം ആയി വരുന്നത്. അപ്പോൾ അതിലൂടെ എല്ലാ യോഗ്യതയുള്ളവർക്കും വോട്ടവകാശം ലഭിക്കുകയും ചെയ്യും. വോട്ടവകാശം ഇന്ന് എലിജിബിൾ അല്ലാത്തവർക്ക് ലഭിക്കാതിരിക്കുകയും ഇതിന്റെ മൗലികമായ സംഗതി വോട്ടർ പട്ടിക പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ്, അത് മനസ്സിലാവും. പക്ഷെ ഇത് അവസാനം നടപ്പിലാക്കിയ ബീഹാറിന്റെ കഥ എന്താണ്? അതെ, ബീഹാറിന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിവിടെ ഇപ്പൊ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറയുകയുണ്ടായി 67 ലക്ഷം പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് പറയേണ്ടത്? ഏതാണ്ട് 50 ലക്ഷത്തിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ അവിടെ നീക്കം ചെയ്തു. കാരണം അത്തരം ആളുകൾ മുന്നോട്ട് വന്നില്ല, വോട്ടവകാശം ചോദിച്ചു വന്നില്ല. അതിനെതിരെ ഒരു അപ്പീൽ പോലും ഇന്ന് നിലവിലില്ല.
ഏതെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് കളക്ടറിന്റെ മുമ്പിലാണ് വരേണ്ടത്. ഇന്ന് ഒരു അപ്പീൽ പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തെറ്റുകൾ ഉണ്ടായിട്ടില്ലെന്നല്ല, ഏതാണ്ട് 1.5 ലക്ഷത്തോളം എറർ കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ എറർ കറക്ഷൻ ഉണ്ടായ സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യ ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറയുന്ന നമ്മുടെ നാട്ടിലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സഹായം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ല, ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേ ഞാൻ പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞത് കേൾക്കൂ. അതായത് ഈ 65 ലക്ഷത്തോളം ആൾക്കാരെ വെട്ടിക്കളയുമ്പോൾ ഇത് കുറേ തവണ പറഞ്ഞു, അതിൻ്റെ പാതിയോളം ആളുകൾ മരിച്ചു, 22 ലക്ഷം പേരെ കണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയത്. ഇവിടെയും പറയുന്നത് 2002 ശേഷം 45 ലക്ഷം ആൾക്കാർ മരിച്ചു, അതുകൊണ്ട് ഒഴിവാക്കൽ പ്രക്രിയ വേഗത്തിൽ വേണമെന്നാണ്. എന്നിട്ട് അവിടുത്തെ ഈ എറർ കറക്ഷൻ പരിപാടിക്ക് ശ്രമിച്ച ആൾക്കാർക്ക് പലർക്കും അനുകൂലമായ തീരുമാനം കിട്ടിയില്ല. മരിച്ചു പോയിട്ടില്ല, പ്ലീസ് ഞങ്ങളെ ഉൾപ്പെടുത്തണം, പരിഗണിച്ചില്ല. എന്നിട്ടാണ് സുപ്രീം കോടതി വന്നത്, മരിച്ചിട്ടില്ല സാർ എന്ന് പറയാൻ പ്രശാന്ത് ഭൂഷണിൻ്റെ കൂടെ. ഈ എറർ കറക്ഷനൊക്കെ പക്കയാണെങ്കിൽ ഈ മരിച്ച ആൾക്ക് ബീഹാറിൽ നിന്ന് ഡൽഹി വരേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി? നിഷാദ്, ഇവിടെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കുകയാണ്, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് എന്നൊക്കെ പറയുമ്പോൾ BJP ആണത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഇവരൊന്നും BJPക്ക് വോട്ട് ചെയ്യുന്നവരല്ല, അല്ലെങ്കിൽ BJPയുടെ എതിർ കക്ഷികൾക്ക് വോട്ട് ചെയ്യുന്നവരാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ലോജിക്ക് നിലനിൽക്കുന്നതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സിമ്പിൾ ആണ്. സമീപകാലത്ത് വരുന്ന ഇന്ത്യയിൽ സമീപകാലത്ത് വരുന്ന ആ പോയിന്റ് തന്നെയാണ് വരുന്നത്. ഇപ്പൊ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എടുക്കാം. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ തൊട്ടടുത്ത് തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റിൽ 9 പേര് വോട്ട് ചെയ്യുന്നു. അവർക്ക് 9 പേർക്കും പരസ്പരം അറിയില്ല, ഫ്ലാറ്റ് ഉടമയ്ക്കും അറിയില്ല ഇവരാരാണെന്ന്. എല്ലാവരും ഞെട്ടിപ്പോവാണ്. നമ്മളെല്ലാവരും UDF പരാതിയായിട്ട് വരുന്നു, LDF പരാതിയായിട്ട് വരുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട മണ്ഡലമാണല്ലോ, BJPയുടെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്, BJPക്ക് മാത്രം പരാതിയില്ല. അന്ന് ഞാൻ BJPയുടെ പ്രസിഡന്റായിരുന്ന അനീഷ് കുമാറിനോട് ചോദിക്കുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് കാണുന്നു, അതായത് ഫ്ലാറ്റിൽ തന്നെ 8 വോട്ട് അധികം, പരാതിയുണ്ടോ നിങ്ങൾക്ക്? BJPക്ക് പരാതിയില്ല. ബാക്കി 2 പേർക്കും പരാതിയുണ്ട്, BJPക്ക് മാത്രം ഈ ക്രമക്കേടുകളിലൊന്നും എവിടെയും പരാതിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം ചോദിച്ചല്ലോ SIRമായി ബന്ധപ്പെട്ട്, ഈ ഈ കർണാടകയിലെ രാഹുൽ ഗാന്ധിയുടെ സംഭവത്തിൽ. BJPക്കില്ല. അപ്പോൾ ഇതിന് ഗുണഭോക്താവിനാണല്ലോ സാധാരണ പരാതി ഉണ്ടാവാതിരിക്കുക. BJPക്ക് മാത്രം ഒരു പരാതിയില്ല, ബാക്കിയുള്ളവർക്കെല്ലാം പരാതി ഈ പട്ടികയിലെ ക്രമക്കേടിൽ. അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണ്, എല്ലാ ക്രമക്കേടിൻ്റെയും ഗുണഭോക്താവ് ഒരു പാർട്ടിയാണ്. അതെ നിഷേധ്, ഇവിടെ വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാം. ഈ വരുന്ന ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള പരാതി BJP പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുകയും അതിൻ്റെ കൂടെ തന്നെ അതിന് ആവശ്യമായ കരുതൽ നടപടികൾ എടുക്കുകയും ചെയ്തു. അത് ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഇപ്പൊ ഈ വോട്ടർ പട്ടികയിൽ BJP പൂർണ്ണമായും സന്തുഷ്ടരാണ് എന്നുള്ളത് ശരിയല്ല. BJPക്ക് തന്നെ പരാതികളുണ്ട് മറ്റു പാർട്ടികളെ പോലെ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇത്രയും വലിയൊരു രാജ്യത്ത് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചലഞ്ചസ് വെച്ചുകൊണ്ട് നമ്മളിത് നടത്തിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ എല്ലാ തരത്തിലും ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ വേണ്ടി കരുതിക്കൂട്ടി നടത്തുന്നതാണ് എന്നൊക്കെയുള്ള ഇല്ലാ കഥകൾ മെനഞ്ഞ് അത് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഭീതി വ്യാപാരം നടത്തുമ്പോഴാണ് നിങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്നവരല്ലാതായി മാറുന്നത്. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. BJP അതിൻ്റെതായ രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ശ്രമിക്കുന്ന പാർട്ടി തന്നെയാണ്. ഈ SIRനും നമ്മൾ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വോട്ടവകാശത്തിലാണ് കുടികൊള്ളുന്നത്. എല്ലാ വോട്ടർമാർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടുവാനും പാടില്ല എന്നുള്ള വളരെ ഞാൻ ചോദിക്കുന്നത് ബീഹാറിലെ കാര്യം മാത്രം ചോദിക്കട്ടെ. ബീഹാറിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പല മേഖലകളിലെയും മനുഷ്യർ അവർ ഞങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടപ്പെട്ടു എന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊന്നും ഒരു ഫോമും കിട്ടിയില്ല, ഒരു BLOയും ഞങ്ങളെ കണ്ടില്ല, പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് വോട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. വെട്ടിയ പട്ടിക പ്രസിദ്ധീകരിക്കുക പോലും ചെയ്തില്ല കേട്ടോ അവിടെ. അത് സുപ്രീം കോടതി ചോദിക്കേണ്ടി വന്നു, ഇത് എവിടെയെന്ന് അറിയാൻ. ജനങ്ങൾക്കൊന്നും പരിശോധിക്കാനുള്ള ഒരു വ്യവസ്ഥയും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുറത്താക്കപ്പെട്ട മനുഷ്യർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവരാരാണ്? അതെ, അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത്,
കോടതി നമ്മുടെ നാട്ടിലുണ്ട്. കോടതിയെ ആരെങ്കിലും സമീപിച്ചെങ്കിൽ അത് ശരിയായ ഒരു നടപടി തന്നെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകും, തിരുത്തപ്പെടും. പക്ഷെ അതിന്റെ പേരിൽ ഒരു ഫിയർ മോങ്കറിങ്ങിന് ഞാൻ ചോദിക്കുന്നത്, ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുന്നു. അവർക്ക് ഇന്നലെ വരെ വോട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അവരാരാണ്? അതെ, അങ്ങനെ അതെ, അത് മരിച്ചുപോയവരുണ്ടാവാം, വേറെ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ മാറിയവരുണ്ടാകാം. അവർക്ക് ഫോം 8 വെച്ച് ആ വോട്ട് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബീഹാറിൽ ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെട്ടത് പ്രവാസികളായ മനുഷ്യരാണ്. ബീഹാറിൽ ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെട്ടത് ബീഹാറിൽ നിന്ന് പണിയെടുക്കാൻ പുറത്തുപോയ മനുഷ്യരാണ്. നമ്മുടെ ഡേറ്റ ഉണ്ടല്ലോ, അവിടെ പോകുന്ന ഞങ്ങളുടെ ടീം അവിടെ ഉണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെട്ടത് ബീഹാറിൽ നിന്ന് പണിയെടുക്കാൻ പുറത്തുപോയവരാണ്. പുറത്തുപോയി സെറ്റിൽ ചെയ്തവരല്ല. ബീഹാറിൽ നിന്ന് എവിടെ പോയി സെറ്റിൽ ചെയ്യുന്നത്? ഏറ്റവും അടിസ്ഥാന ശമ്പളത്തിന് മറ്റു നാടുകളിൽ പോയി പണിയെടുക്കാൻ പോയിട്ടുള്ള ആൾക്കാരെയാണ് വെട്ടിക്കളഞ്ഞതിൽ കൂടുതലും. അവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരെയും വെട്ടിക്കളഞ്ഞവരുണ്ട്. ചില പ്രത്യേക മേഖലയിൽ കിഷൻഗഞ്ച് എന്നൊക്കെ പറയുന്ന സ്ഥലത്തെ ആൾക്കാർ അവിടുത്തെ ഡെമോഗ്രഫി പ്രത്യേകം പരിശോധിക്കണം, എടുത്തു കളഞ്ഞവരുണ്ട്. അവർ വോട്ടർ പട്ടികയുടെ പുറത്തായിട്ട് അവിടെ തന്നെ നിൽക്കുക. ബീഹാറിൽ ആരാണവർ? എന്തുകൊണ്ടാണ് അവർക്ക് വോട്ട് പോയെന്ന് വിശദീകരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്. ഇന്നിപ്പോൾ അയാൾ ആവശ്യമുള്ള രേഖകളുമായി മുന്നോട്ട് വരികയാണ്. തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ സമയമുണ്ട്. ഈ ഒരു നോമിനേഷൻ, സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ ഫൈനൽ ഡേ വരെ സമയമുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിന് നിങ്ങൾ അവരെ സഹായിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഒരാളെ മാറ്റി നിർത്തി അതിന്റെ പേരിൽ ഞാനൊരു കഥയുണ്ടാക്കുകയാണ്, അത് BJP-കാരനല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗക്കാരനാണ്, അതുകൊണ്ടാണ് BJP മാറ്റി നിർത്തിയത് എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു വെർഷൻ, അതാരും വിശ്വസിക്കുവാൻ പോകുന്നില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരുപാട് പേർക്ക് തെറ്റുകൾ വന്നേക്കാം. അത് തിരുത്തേണ്ടത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ചുമതലയാണ്. 26 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഈ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നമ്മോട് പറഞ്ഞ പ്രോസസ്സിൽ. അതിൽ മീഡിയയും ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്, രാഷ്ട്രീയ പാർട്ടികൾ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്, BLO ആയിട്ടും അതുപോലെയുള്ള മറ്റ് ചുമതലകൾ വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇവരെല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സംശുദ്ധമായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാകുന്നത്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഭയപ്പാടിന്റെ കാര്യമൊന്നുമില്ല. BLO വരുമ്പോൾ സൈൻ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ്, എല്ലാം പൂരിപ്പിച്ച് സൈൻ ചെയ്ത് കൊടുത്താൽ മതി, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നാണ്. പിന്നെ അതിനകത്തൊരു ഒരു 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 പ്രശ്നത്തിന്റെ അട്ടിമറിയുടെയൊക്കെ സാധ്യത കാണുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഏതാണ്? അല്ല നിഷാദേ, ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? 65-67 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി. ആ പുറത്താക്കപ്പെട്ട ആളുകൾ, പുറന്തള്ളിയ ആളുകൾ ആരാണ്? BJPക്ക് RSSന്റെ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് അനഭിമതരായ മനുഷ്യരാണ്, ഇന്ത്യൻ പൗരരാണ് പുറത്താക്കപ്പെട്ടത്. ന്യൂനപക്ഷങ്ങളുണ്ട്, ദളിതുകളുണ്ട്. നേപ്പാൾ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച് ബീഹാറിൻ്റെ ഒരു നീണ്ട അതിർത്തി മേഖല എന്ന് പറയുന്നത് നേപ്പാളുമായി ചേർന്ന് കിടക്കുന്നതാണ്. എത്രയോ ചരിത്രപരമായി തന്നെ വിവാഹ ബന്ധങ്ങൾ നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ള എത്രയോ സ്ത്രീകൾ പുറന്തള്ളപ്പെട്ടു. അപ്പം നമുക്ക് വളരെ കൃത്യമാണ് BJPയുടെ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടക്ക് വിരുദ്ധമാകാൻ, എതിരാവാൻ സാധ്യതയുള്ള വിഭാഗങ്ങളെ, ആ വിഭാഗങ്ങൾ ഏറ്റവും ദരിദ്രരാണ്, മറ്റു മേഖലകളിൽ പോയി പണിയെടുക്കുന്നവരാണ്, അവരെ പുറന്തള്ളാനുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമമാണ് നടത്തിയത്. വരാൻ പോകുന്ന കാലത്ത് സംഘപരിവാറിൻ്റെ കോർപ്പറേറ്റ് വർഗീയ അജണ്ട ഏറ്റവും തുറന്നു കാട്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ പഴയതുപോലെ ഭൂരിപക്ഷ ധ്രുവീകരണത്തിൻ്റെ ബലത്തിൽ മാത്രം ജയിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് വോട്ടർ പട്ടിക തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമാക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ, ഈ ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബാംഗ്ലൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി മീഡിയയുടെ മുമ്പിൽ വന്ന് കൃത്യമായി വിശദീകരിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. ഈ വാരാണസിയിൽ മിസ്റ്റർ നരേന്ദ്രമോദിയുടെ നിയോജക മണ്ഡലത്തിൽ വോട്ടുള്ള ആൾക്ക് ബാംഗ്ലൂരിൽ വോട്ടുണ്ട്, ബാംഗ്ലൂർ ലോകസഭാ മണ്ഡലത്തിൽ വോട്ടുണ്ട്. എങ്ങനെ വോട്ട് വന്നു? BJP വളരെ ആസൂത്രിതമായി അവർക്കാവശ്യമായ രീതിയിൽ, ഇരട്ട വോട്ടല്ല, നിരവധി സ്ഥലങ്ങളിൽ വോട്ട് ചേർക്കുകയാണ് ഒരാൾക്ക് തന്നെ. ഈ തൃശ്ശൂർ അതാണ്, തൃശ്ശൂരിൻ്റെ ഉദാഹരണം അതാണ്. ഒരു ഫ്ലാറ്റിൽ അവിടുത്തെ ഗൃഹനാഥ പോലും അറിയാതെ അവിടെ 16 വോട്ട് 17 വോട്ട് ചേർത്തിരിക്കുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഒരു ജനാധിപത്യത്തിൻ്റെ എല്ലാ ധാർമ്മിക തത്വങ്ങൾക്കും വിരുദ്ധമായ രീതിയിൽ ഹൈജാക്ക് ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ച് നിങ്ങളുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം ഈ രാജ്യത്ത് നിലനിർത്തിപ്പോകാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് പഠിച്ച 18 പണിയുമ്പോൾ നിങ്ങളെല്ലാ പണിയും ഇവിടെ നോക്കിയിട്ടും നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾക്കുള്ള അക്കൗണ്ടുകൾ പൂട്ടിച്ചു. ഇപ്പോൾ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ അക്കൗണ്ട് പൂട്ടാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ വളരെ ആസൂത്രിതമായ ഒരു അട്ടിമറി ശ്രമം എന്ന നിലക്കാണ് ഇവിടെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയക്കിടയിൽ
വളരെ സമർത്ഥമായിട്ട് ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങളിതാ ഈ SIR നടപടികളിലേക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഷിബു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം എന്ന് പറയുന്നത് വിപുലമായ ഒരു പ്രവാസി സമൂഹമുള്ള പ്രദേശമാണ്, സംസ്ഥാനമാണ്. രാജ്യത്തിൻ്റെ പല മേഖലകളിലും പുറത്തും പോയി ജോലി ചെയ്യുന്ന ആളുകളാണ് മലയാളികളിൽ നല്ല ശതമാനം ആളുകൾ. അവർ ഈ BLAമാർ വീട് കയറുന്ന ദിവസങ്ങളിൽ 3 തവണ കയറുമെന്നൊക്കെ പറയുന്നുണ്ട്. ആളില്ലാത്ത സ്ഥലത്ത് 3 തവണ കയറിയാലും പ്രവാസി അവിടെ ഉണ്ടാവില്ലല്ലോ. അവർക്ക് ആവശ്യമായ രേഖകൾ സംഘടിപ്പിച്ച് ഹാജരാക്കാനുള്ള സമയമുണ്ടോ നിങ്ങളുടെ ഈ എന്യൂമറേഷൻ നടപടി ഈ പ്രക്രിയക്കിടയിൽ, ഈ പരിശോധനാ പ്രക്രിയക്കിടയിൽ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, വലിയ പക്ഷം വോട്ടർമാർക്ക് വോട്ട് നിഷേധിക്കപ്പെടും. വോട്ട് നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെ പൗരത്വം നിഷേധിക്കുകയാണ്. ഞങ്ങളിതിനെ കാണുന്നത് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിരിക്കുന്ന വലിയ എതിർപ്പ് മൂലം നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന പൗരത്വ നിയമത്തെ മറ്റൊരു തരത്തിൽ നടപ്പാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഈ തീവ്ര പരിശോധനാ നടപടിയുമായി ബന്ധപ്പെട്ട് SIRുമായി ബന്ധപ്പെട്ട് BJP സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ കാണുന്നത് ഇത് തെരഞ്ഞെടുപ്പിലെ ഈ കക്ഷികൾക്ക് എങ്ങനെയെങ്കിലും വോട്ടർമാരുടെ ഇടയിൽ എണ്ണം കൂട്ടാനോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരായി വരുന്ന വോട്ട് കുറക്കാനോ ഉള്ളൊരു നടപടി മാത്രമല്ല, ഇതിനൊരു പ്രത്യയശാസ്ത്ര അജണ്ടയുണ്ട്. അദ്ദേഹം ഇവിടെ വലത് നിരീക്ഷകൻ എന്ന രീതിയിലാണല്ലോ BJPയുടെ പ്രതിനിധി വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു വലത്ത് അപകടം പിടിച്ച ഒരു മതരാഷ്ട്രവാദ അജണ്ടയിരുന്നു കൊണ്ട് ഈ രാജ്യത്ത് മറ്റ് ജനസമൂഹങ്ങളെ, മറ്റ് മതവിഭാഗങ്ങളെയൊക്കെ തന്നെ പൗരരായി അംഗീകരിക്കാത്ത നിങ്ങളുടെ സാംസ്കാരിക ദേശീയതയുടേതായ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയുണ്ട്. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി ഞങ്ങൾ കാണുന്നില്ല. ഇതെല്ലാവരും ഒത്തങ്ങ് ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നടപ്പാക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നത് ഇത് ഒരു ഭരണ നടപടികളുടെ, ഇലക്ഷൻ കമ്മീഷൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും കൂടിച്ചേർന്നുള്ള പ്രവർത്തനങ്ങളുടെ, മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ സഹകരണത്തിൻ്റെ ഒരു സംയോജനം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. നിങ്ങൾക്കിതിൽ കൃത്യമായ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയുണ്ട്. ആ പ്രത്യയശാസ്ത്ര അജണ്ടയിരുന്നുകൊണ്ടാണ് നിങ്ങൾ SIR പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ എതിർപ്പുകളെയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ബീഹാറുമായി ബന്ധപ്പെട്ട കേസ് പരിഗണനയിലിരിക്കുമ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തെക്കുറിച്ച് ഭരണഘടനാപരമായി ആലോചിച്ചൊരു തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളെന്തിനാണ് നിർബന്ധപൂർവ്വം എല്ലാ 12ഓളം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്? കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിലെ വോട്ടർമാർ പോകുന്ന ഒരു സമയത്ത് നിങ്ങളെന്തിനാണ് തിടുക്കപ്പെട്ട് കേരളത്തിൽ ഈ തീവ്ര പരിശോധന നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട പ്രത്യയശാസ്ത്രപരമാണ്. അത് കേവലമായ ഒരു വോട്ട് ചേർക്കലോ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കലോ അങ്ങനെയുള്ള വോട്ടർ പട്ടികയുടെ മാത്രമല്ല ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം അല്ല. ഇതിനകത്ത് ഷിബു, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കരമായി തിരക്കുള്ള സമയമാണ്. താഴെത്തട്ടിലെ പ്രവർത്തകർ മൊത്തം തിരക്കിലുള്ള സമയമാണ്. അപ്പോൾ എന്തുമാത്രം ഒരു വിജിലൻസ് സാധ്യമാകും? പിന്നെ ഒരു കാര്യമുള്ളത്, ആളുകൾ അതിനെക്കുറിച്ച് പൂർണ്ണമായും ബോധവാന്മാരാവുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു വിഭാഗം ആളുകൾ ബോധവാന്മാരാവുകയും അവരതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര കോടി വോട്ടർമാരുണ്ട്, എത്ര ലക്ഷം വോട്ടർമാരുണ്ട്, അവരെ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവരിക എല്ലാവരും വേണ്ട. ഇപ്പോൾ ഒരു 50-55 ലക്ഷം ആളുകൾ ഇതിനകത്ത് വരും. സോ അത് എന്തുമാത്രം പോസിബിളാണ്, അതെന്തുമാത്രം വർക്കാവുമെന്നാണ് വിചാരിക്കുന്ന കാര്യം. ഒരു ഫൈനൽ പട്ടിക മൊത്തം നോക്ക്, തൃശ്ശൂരിലെ അവസ്ഥ നമുക്കറിയാലോ. തൃശ്ശൂരിൽ പട്ടിക അവസാനം വന്നപ്പോൾ ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തു CPI ഒക്കെ. പക്ഷേ പട്ടികയിലുള്ള മുഴുവൻ പേരും വോട്ട് ചെയ്യട്ടെ തൽക്കാലം എന്ന തീരുമാനം, വിചിത്രമായ തീരുമാനമാണ് കമ്മീഷൻ എടുത്തത്. അതിനുശേഷം വന്ന ഫലം നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുമില്ല, ഒരു പരിശോധനയില്ല. സോ എന്തും സംഭവിക്കാം ഒരു ചെറിയ ജാഗ്രത കുറവുണ്ടായാൽ. അപ്പോൾ ആളുകൾ പൂർണ്ണമായി എഡ്യൂക്കേറ്റഡ് ആണോ ഇതിനെക്കുറിച്ച്? ഇതിന്റെ സമയം, ഇതിന്റെ ഇന്റൻഷൻ, ഇതിന്റെ തെരഞ്ഞെടുക്കുന്ന പിന്നെന്താണ് ഇവർ എടുത്തുപയോഗിക്കുന്ന അധികാരം, നിഷാദ്, ഇതൊക്കെ പ്രശ്നമാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ല ആർട്ടിക്കിൾ 326 നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഈ ആർട്ടിക്കിൾ 326, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾ നിർവഹിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകളോ പിന്നെ ജനപ്രതിനിധി നിയമം 950 വകുപ്പുകളോ 960 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലോ ഒന്നും ഇവർക്ക് ഇങ്ങനെ SIR, ഒരു ഡിഫാക്റ്റോ NRC SIR എന്ന പേരിൽ നടത്താൻ അധികാരമില്ല നിഷാദ്. SIR എന്നുള്ള വാക്കുപോലും അതിലില്ല. SR എന്നുണ്ട്, സമറി റിവിഷൻ, IR എന്നുണ്ട്, ഇന്റൻസീവ് റിവിഷൻ. അതല്ലാതെ ഈ രണ്ടും കൂടി ചേർത്ത് മനുഷ്യർ അവരുടെ പൗരത്വ രേഖകളുമായി വന്ന് വോട്ടവകാശം പിന്നെ ഉറപ്പാക്കണമെന്ന് പറയാനുള്ള അധികാരമൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ല. 995 ലാൽ ഹുസൈൻ വേഴ്സസ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോലും ഇവർ ആധാർ കാർഡ് ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നല്ലോ ഇവർ സുപ്രീം കോടതിയുടെ മുൻപിൽ പലവട്ടം സത്യവാങ്മൂലം കൊടുത്തു. അവസാനം ഇന്ത്യയുടെ സുപ്രീം കോടതി ആധാർ കാർഡ് ഉൾപ്പെടുത്തണമെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാനുസൃതമായി
പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊരു താക്കീത് സ്വരത്തിൽ പറഞ്ഞപ്പോഴാണ് 12ാമത്തെ രേഖയായി ഗുജറാത്തിൽ ആധാർ കാർഡ് ഉയർത്തിയതും ഈ 67 ലക്ഷത്തിലേക്ക് നമ്പർ കുറഞ്ഞതും. അല്ലെങ്കിൽ ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് 2 കോടി വോട്ടെങ്കിലും വെട്ടിമാറ്റുക എന്നതായിരുന്നു. ഈ പറയുന്നത് പോലത്തെ ഇല്ലാത്ത അധികാരം എടുത്തു പ്രയോഗിക്കുന്നു. രണ്ടാമത്തേത് ഇതിന്റെ സമയം. ഇപ്പോൾ കേരളത്തിന്റെ ഒരു സവിശേഷ സ്വഭാവത്തിൽ നിഷാദ്, നമ്മളിപ്പോ ഇനിയിപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോഴാണെങ്കിൽ പോലും ഇതിന്റെ ഒരു ഗൗരവം തിരിച്ചറിയുന്ന എഡ്യൂക്കേറ്റഡ് ആയ ഒരു പൊതുസമൂഹം നമുക്കുണ്ട്. നമ്മൾ ഏത് വിധേനയും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും എന്ന് പ്രതീക്ഷിച്ചാൽ പോലും ഇപ്പോ ഇദ്ദേഹം പറഞ്ഞല്ലോ അപ്പീലൊന്നും വന്നില്ല 67 ലക്ഷം വരെ. ഇപ്പൊ പ്രവാസികളുടെ കാര്യത്തിൽ ഒരു അപ്പീൽ പോകേണ്ടി വന്നു, ഒരു ഹിയറിംഗിന് ഹാജരാകേണ്ടി വന്നു. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പോലും എത്ര പ്രവാസികൾക്ക് ഓടിയെത്താൻ കഴിയുന്നുള്ള ചോദ്യമുണ്ട്. പ്രവാസം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, ഇന്ത്യയിലെ പിന്നെ ഡൊമസ്റ്റിക് മൈഗ്രൻസിന്റെ ഇടയിലും നമ്മുടെ ആളുകളുണ്ട്. ബീഹാറിലൊക്കെ ബഹുഭൂരിപക്ഷവും അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ വോട്ടവകാശം നഷ്ടപ്പെടുന്ന പ്രശ്നം ഉണ്ടായത്. ഇതിപ്പോ മറ്റൊരു തരത്തിൽ ഡിഫാക്റ്റോ NRC കൂടി ആവുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ഇപ്പോൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം എന്നാണല്ലോ ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഞാൻ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കർണാടകയിലെ തന്നെ അലന്ത് മണ്ഡലത്തിൽ കാൾബുർഗിക്കടുത്ത് അവിടെ ഒരു BJP MLA വീടിന്റെ പരിസരത്ത് നിന്ന് അവിടെ ഇത് അന്വേഷിക്കുന്ന SIക്ക് കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കുറെ ഇലക്ട്രൽ ഡോക്യുമെന്റ്സ് കിട്ടി, കുറെ പേപ്പറുകൾ കിട്ടി. അപ്പൊ എന്താണ്, ഒരാൾക്ക് ഒരു വോട്ട് തള്ളാൻ 80 രൂപ എന്ന മട്ടിൽ ആളെ കൂട്ടിക്കിരുത്തി ഇവർ വോട്ട് തള്ളിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അന്വേഷണം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ തന്നെ 1,40,000 കള്ളവോട്ടുകൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ചൂണ്ടിക്കാണിച്ച കർണാടകയിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര തിരക്കില്ലാത്ത? അവിടെ അടുത്ത വർഷം ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കണമല്ലോ, അവിടെ ശുദ്ധീകരിക്കുമ്പോൾ ഇവർ ചേർത്ത് കള്ളവോട്ട് പോകും. മഹാരാഷ്ട്ര അടുത്ത മാസം ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കേണ്ട സമാധാനം, അവിടെ ഒന്നുമില്ലാത്ത തിരക്ക്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ കേരളത്തിലെ ഈ ജനങ്ങളുടെ മേൽ കേരളത്തിലല്ല ഈ 12 സംസ്ഥാനങ്ങളിലെയും പാവപ്പെട്ട മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പിന്നിൽ ദുരൂഹമായ താല്പര്യങ്ങളുണ്ട്. ചർച്ചയിലേക്ക് വീണ്ടും ബിജു നായർ, കേരളത്തിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുകയാണല്ലോ. BJP മാത്രമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്. ഇതൊരു ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഏർപ്പാടല്ലേ? ജനാധിപത്യം എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാവുക എന്നതിനെ ചൊല്ലി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പരിപാടിയാണല്ലോ. ബഹുഭൂരിപക്ഷം കക്ഷികളുടെയും വിശ്വാസമില്ലാതെയും വിയോജിപ്പോടെയും കൂടി നടപ്പിലാക്കുന്ന പരിപാടിക്കാണോ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറയാൻ പറ്റുക? അപ്പോൾ കുറേ അധികം പേരെ എന്തായാലും അവിശ്വാസത്തിൻ്റെ കള്ളിയിൽ നിർത്തും. അവർക്ക് വേണമെങ്കിൽ വിയോജിക്കുകയോ യോജിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പണിയെടുത്തു പോകും എന്ന നിലയ്ക്കാണ് ഒരു കമ്മീഷൻ പെരുമാറേണ്ടത്. എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണ്ടേ? കേരളം പറയുന്നത് നടത്തണ്ട എന്നല്ലല്ലോ, തമിഴ്നാട് പറയേണ്ടത് നടത്തണ്ട എന്നല്ലല്ലോ. തമിഴ്നാട് പറഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിയട്ടെ, ഇത്രയും നേരം നിങ്ങൾ കാത്തിരുന്നില്ലെന്നാണ്. കോടതി പോലും ചോദിച്ചല്ലോ ബീഹാറിൽ ഈ 11 മണിക്കൂറിൽ എന്തിനാണ് നടത്തുന്നത്, നേരത്തെ നടത്തായിരുന്നല്ലോ എന്ന്. അതേ ചോദ്യമാണ് തമിഴ്നാട് ചോദിക്കുന്നത്. നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന സമയമല്ലേ ചോദിക്കുന്നത്. പറ്റില്ല, ഇപ്പം തന്നെ നടത്തണമെന്ന് വാശി പിടിക്കുകയാണ്. അപ്പം ബാക്കി എല്ലാവരെയും വെറുപ്പിച്ച് നടപ്പിലാക്കേണ്ട ഒരു പരിപാടിയാണോ സത്യത്തിൽ, പ്രത്യേകിച്ച് കമ്മീഷനെ പോലെ ഒരു സ്ഥാപനം? ഇവിടെ ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം ഉണ്ട്, അത് ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിൽ അത്തരത്തിൽ കുറ്റം പറയുകയും മറു സൈഡിൽ നമുക്ക് ഇത് പതുക്കെ ശരിയാക്കിയാൽ മതിയല്ലോ, എന്താണ് ഇത്ര തിടുക്കം എന്ന് ചോദിക്കുന്നത് ഒരു ഇരട്ടത്താപ്പാണ്, ശുദ്ധമായ ഇരട്ടത്താപ്പാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഈ ഒരു SIR-ലില്ല. BLOകൾ വീട്ടിൽ പോകുന്നു, 3 പ്രാവശ്യം പോകുന്നു. ഇവിടെ പ്രവാസികളെ കുറിച്ച് ഒരുപാട് നമ്മൾ കഥകൾ മെനഞ്ഞെടുക്കുകയാണ്. പ്രവാസികൾക്ക് ഒരു ഫോൺ കോൾ വഴി BLOയുമായി ബന്ധപ്പെടാൻ പറ്റും. അവർക്ക് ഓൺലൈനായിട്ട് അവർക്ക് എന്യൂമറേഷൻ ഫോം നൽകാൻ പറ്റും. ഇതൊക്കെ വളരെ കൃത്യമായി നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ BLO ആപ്പ് വരെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ആ BLOയുമായി നമുക്ക് ആശയവിനിമയം നടത്താം. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും, അത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും, സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഇത്രയേറെ മുന്നൊരുക്കങ്ങളോടുകൂടി ഈ ഒരു പ്രക്രിയ വളരെ വ്യക്തമായി തന്നെ പെട്ടെന്ന് നടത്തിയെടുക്കാം. അവർക്കതിന് പ്ലാനുകളുണ്ട്, അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾക്ക് അവർക്ക് വ്യക്തമായ ചില ദുരുദ്ദേശങ്ങളുണ്ട്. കാരണം ഇത്തരത്തിൽ ഇവർ ചേർത്തിരിക്കുന്ന കള്ളവോട്ടുകളും മറ്റ് പല വോട്ടുകൾ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇവിടെ നുഴഞ്ഞുകയറ്റക്കാർ ആധാർ കാർഡ് വരെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആർക്കും അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആധാർ കാർഡ് അഡ്രസ് ചെയ്തേ എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് സകല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന യുണീക്ക് ഐഡന്റിറ്റി കാർഡാണ് ആധാർ കാർഡ്.
അതത്ര വിശ്വാസയോഗ്യമല്ല എന്ന് സർക്കാരും കമ്മീഷനും തന്നെ പറയുകയാണോ? അപ്പം പിന്നെ അതുകൊണ്ട് നടക്കുന്ന നമ്മളൊക്കെ ആരാണ് പിന്നെ? അങ്ങനെയല്ല. ഇതാണ് നിഷാദ് ഞാൻ പറഞ്ഞത്. ആധാർ കാർഡുകൾ എല്ലാം ഫേക്ക് ആണെന്നല്ല. ഫേക്ക് ആധാർ കാർഡുകൾ ഉണ്ടാക്കുന്ന നിലയിലേക്ക് വരെ അതിൽ രാഷ്ട്രീയ കക്ഷികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്, മാഫിയ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പത്രം വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്ന രാജ്യത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ആധാർ കാർഡ്, അത് സകല സംവിധാനങ്ങൾക്കും അതിൽ ലിങ്ക് ചെയ്യാതെ പറ്റില്ല നിയമം കൊണ്ടുവന്ന ഒരു സർക്കാർ, ആ സർക്കാർ പറയുന്നു പാതിയും വ്യാജമാണ് എന്ന്. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ ഓരോ ഘട്ടത്തിൽ ഓരോ കാർഡ് തരിക, ഓരോ തവണ ഓരോ കാർഡ് അടിച്ചിറക്കി തരിക, ഇത് നിർബന്ധമാണെന്ന് പറയുക, എന്നിട്ട് ആവശ്യം വരുമ്പോൾ ആ കാർഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ കാർഡ് പറ്റില്ല, ഇതിന് വ്യാജവും ഉണ്ടാവുമെന്ന് പറയുക. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാ എടുക്കണ്ടേ? നമ്മളോ ഗവൺമെന്റ് എടുക്കണം. നിഷാദ്, താങ്കൾ ഒരു ഹോളി ഗ്രൗണ്ട് എടുത്തുകൊണ്ട്, ഒരു ഹൈ ഗ്രൗണ്ട് എടുത്തുകൊണ്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും അതൊന്നും ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇത് അമേരിക്കയിൽ പോലും ഉള്ള ഒരു സംഭവമാണ്. ഡെമോക്രാറ്റ്സ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടവകാശം നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, ഇത് വളരെ സംഘടിതമായ ഒരു മാഫിയ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള ഒരു പ്രോബ്ലമാണ് എന്നൊക്കെയുള്ളത് വിവരമുള്ളവർക്ക് മനസ്സിലാവും. താങ്കൾ അത് കണ്ണടച്ചിരുട്ടാക്കിയത് കൊണ്ട് അങ്ങനെ അല്ലാതാകുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് ആധാർ കാർഡുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗവും നല്ലത് തന്നെയാണ്, വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇല്ലല്ലോ. അതൊന്നും മടത്തരമാണ്. താങ്കൾ അങ്ങനെ ഉണ്ടോ? ഭൂരിഭാഗം നല്ലത് കുറച്ച് മോശം അല്ലല്ല, ഭൂരിഭാഗം നല്ലത് കുറച്ച് മോശം. അതിന്റെ യുക്തി എന്താണ്? എന്റെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് നിങ്ങൾ ഗവൺമെന്റ് തന്നിട്ടുള്ളതാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ. എന്റെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് ഗവൺമെന്റ് തന്നിട്ടുള്ളതാണ്. അത് ഒരു ആവശ്യത്തിന് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. ഞാൻ ഇന്ത്യൻ പൗരനാണോ, എൻ്റെ വിലാസം ഏതാണ്, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഇതിനൊക്കെ ഉപയോഗിക്കാൻ എന്ന പേരിൽ ഗവൺമെൻറ് തന്നിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതാ കമ്മീഷൻ മന്ത്രി ചോദിക്കുന്നത് നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ ഞാൻ ആധാർ കാർഡ് എടുത്ത് കാണിക്കുമ്പോൾ കമ്മീഷൻ പറയാണ് ഇതിനൊന്നും വലിയ വിശ്വാസ്യതയില്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റും കാണാമെന്ന്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒറിജിനലാണ്. എന്നെയും സംശയിക്കുന്നു ഈ സർക്കാരിൻ്റെ സംവിധാനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൻ്റെ ഉത്തരവാദി ആരാണ്? അതിൻ്റെ ഉത്തരവാദി ഞാനാണോ? എന്റെ കയ്യിലിരിക്കുന്ന ജെനുവിൻ ആധാർ കാർഡിനെ ഇവിടുത്തെ ഒരു ഏജൻസി സംശയിച്ചാൽ അതിന്റെ ഉത്തരവാദി ഞാനാണോ? അവിടെയാണ് നിഷാദ് ഞാൻ താങ്കളോട് പറഞ്ഞത്, താങ്കൾക്ക് സർക്കാരാണ് ആധാർ കാർഡ് തന്നതെങ്കിൽ അത് വ്യാജമൊന്നുമല്ല, അത് ഉപയോഗിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സമ്മതിക്കുന്നില്ല. ആധാർ കാർഡ് പറ്റില്ല എന്ന് പറയാണ് കമ്മീഷൻ. ആധാർ കാർഡ് പറ്റില്ല എന്ന് ഈ കമ്മീഷൻ പറഞ്ഞാൽ പിന്നെ സർക്കാർ എന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഈ ജെനുവിൻ ആധാർ കാർഡിന് ഈ നാട്ടിൽ എന്താ വില? അത് പറയേണ്ട ബാധ്യത എന്റെയാണോ സർക്കാരിന്റെയാണോ? അവിടെയാണ് എന്റെ കയ്യിൽ ആധാർ തന്നിട്ട് ഇത് യുണീക്ക് ഐഡന്റിറ്റി ആണെന്ന് പറയുന്നു. ഞാൻ കമ്മീഷനോട് പോയി പറയുന്നു ഞാൻ ദാ ഈ നാട്ടിലെ മനുഷ്യനാണ്, ആധാർ കാർഡ് പരിഗണിക്കണം. പറ്റില്ല, ഇതിൽ കള്ളത്തരവും കാണാമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് ആരാണ്? ജെനുവിൻ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ഞാൻ ആരായി? അത് പറയണമല്ലോ. നിഷാദ്, വളരെ കൃത്യമായി 12 ഡോക്യുമെന്റ് സക്സസ്ഫുൾ ആയിട്ടുള്ളതിൽ ഇന്ന് ആധാർ കാർഡും ഉണ്ട് എന്നുള്ളതാണ്. ആധാർ കാർഡ് എങ്ങനെ ഉണ്ടായത്? ആധാർ കാർഡ് പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ആധാർ കാർഡ് വേണമെന്ന് സുപ്രീം കോടതിയാ പറഞ്ഞത്. ആകട്ടെ, സുപ്രീം കോടതി ഇന്ത്യയുടെ ഭാഗമല്ലേ? സുപ്രീം കോടതി പറയേണ്ടി വന്നു. നടക്കുക തന്നെ ചെയ്യും. കോമൺ ലോജിക്കാണ് ബിജു, ഒരു കോമൺ ലോജിക്കാണ് ഈ സാധനം. കോമൺ ലോജിക് അല്ല. ആധാർ കാർഡ് വേണമെന്നുള്ളത് കോമൺ ലോജിക്കാണ്. അല്ല, കണ്ണട ചിരുട്ടാക്കുകയാണ്. അല്ല, ആധാർ കാർഡ് ഉണ്ടാക്കുന്നതിൽ അപ്പൊ ഫേക്ക്. അപ്പൊ ഈ 12 ഡോക്യുമെന്റ് ഉണ്ട് എന്നുള്ളത്, അപ്പൊ ഈ 12 ഡോക്യുമെന്റ് ഫേക്ക് ആഡ് ചെയ്തുകൂടെ? ഇത് നിഷാദ്, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ 12 ഡോക്യുമെന്റ് ഫേക്ക് ആയി ചെയ്തുകൂടെ? അതാണ് ഞാൻ പറയുന്നത് നിഷാദ്. ഒന്നും ഫുൾ പ്രൂഫ് അല്ല, 100% ഫുൾ പ്രൂഫ് അല്ല. പക്ഷേ 99.99 അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇപ്പൊ ആധാർ കാർഡ് ഫേക്ക് ആയിട്ടുള്ളവർ ഇന്ന് ചിലപ്പോൾ വോട്ടർ പട്ടികയിൽ കടന്നു കൂടിയേക്കാം. താങ്കൾ പറഞ്ഞ പോലെ 12 ഡോക്യുമെന്റും ഫേക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവർ കയറി കൂടിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് SIR നിർത്തിവെക്കാൻ പറ്റുമോ?
അത് ചെയ്യണ്ട എന്ന് വെക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്ത് ലോജിക്കാണ് താങ്കൾ പറയുന്നത്? ഒരു രീതിയിലും ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന SIR മുന്നോട്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആധാർ കാർഡ് അടക്കമുള്ള ഡോക്യുമെന്റ്സിനൊന്നും വിശ്വാസ്യതാ പ്രശ്നമുണ്ട്. അത് കുറേ ആൾക്കാരുടെ ഉള്ളത് ശരി, കുറച്ച് ആൾക്കാരുടെ ഉള്ളത് വ്യാജം എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഇതൊരു രാജ്യത്തിൻ്റെ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സിസ്റ്റം മുഴുവൻ ആകെ കുളമാണ് എന്നാണ് അതിൻ്റെ മലയാളം. അല്ല കെട്ടി കുഞ്ഞിക്കണ്ണൻ, ഇതിനകത്ത് ഇപ്പോൾ താങ്കൾ തുടക്കത്തിൽ ആ പോയിന്റ് പറഞ്ഞു, സുപ്രീം കോടതിയിൽ പോവുക, അല്ലെങ്കിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കക്ഷികളെല്ലാം കൂടി പ്രതിഷേധിക്കുക, കാര്യമൊന്നുമില്ലല്ലോ, അവരെന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതേ നടക്കൂ എന്ന നില വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാവി എന്താണ്? അല്ല, ഇതിലെ രണ്ട് തരം ഇടപെടലുകൾ വളരെ പ്രധാനമാണ്. നമ്മുടെ ജനാധിപത്യത്തെ രക്ഷിക്കണമെങ്കിൽ, നമ്മുടെ പാർലമെൻ്ററി പ്രായത്യ പ്രക്രിയയെ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ സാർവത്രികമായ വോട്ടവകാശത്തെ ഭരണഘടനയുടെ 326 വകുപ്പ് ഇന്ത്യയിലെ എല്ലാ പൗരർക്കും ഉറപ്പ് നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തെ നേടിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ സുപ്രധാനമാണ് കോടതിയെ സമീപിക്കുക എന്നുള്ളത്. കോടതി എന്തു പറയുന്നു, കോടതി പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുക എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷേ കോടതിയെ സമീപിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഈ പ്രക്രിയയുടെ ഭാഗമായി നിന്നുകൊണ്ട് അടിസ്ഥാന തലത്തിൽ, ബൂത്ത് തലത്തിൽ തന്നെ ഈ BLOമാരെ പിന്തുടരേണ്ടി വരും. ഇതിൽ നടക്കുന്ന എല്ലാവിധത്തിലുള്ള BJPയുടെ അജണ്ട അനുസരിച്ചുള്ള ഇടപെടലുകളെയും തടയേണ്ടി വരും. അതിനാവശ്യമായ രീതിയിൽ രാഷ്ട്രീയ കക്ഷികൾ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തകരെ സജ്ജീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബീഹാറിൽ 67 ലക്ഷത്തോളം ആളുകളെ പുറത്താക്കിയിട്ട് ഇപ്പോൾ വോട്ടർ ID കിട്ടിയിരിക്കുന്ന ആളുകൾ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടെന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നോ, വോട്ടേഴ്സ് ID ഉള്ളതുകൊണ്ട് മാത്രം വോട്ട് ചെയ്യാൻ പറ്റില്ല, ബുർഗ ധരിച്ചെത്തുന്നവരെ മുഴുവൻ എന്താണ് പരിശോധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര വൃത്തികെട്ട നിലപാടാണ്! ഈ ചർച്ചയിൽ വലതു നിരീക്ഷകൻ എന്ന നിലക്ക് BJPയുടെ വാദം അവതരിപ്പിക്കാൻ വന്നിരിക്കുന്ന സുഹൃത്ത് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ഒരു ഉളുപ്പുമില്ലാതെ നുഴഞ്ഞുകയറ്റക്കാർ. ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ? ഇന്ത്യയുടെ അതിർത്തിയിൽ ഈ രാജ്യത്തെ നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതിപ്പണം ശമ്പളമായി കൊടുത്തുകൊണ്ട് അതിർത്തി രക്ഷാസേനയെ മാത്രമല്ല, മിലിറ്ററി ഇന്റലിജൻസ് ഡോവലിൻ്റെ, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുണ്ടല്ലോ മിസ്റ്റർ ഡോവലിൻ്റെ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. അവർ പരിശോധിക്കണ്ടേ നുഴഞ്ഞുകയറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ? ഇത് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയുന്നത്? ഈ രാജ്യത്ത് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അനഭിമതരായി പരിഗണിക്കുന്ന, അനഭിമതരായി കൽപ്പിച്ചിരിക്കുന്ന ജനസമൂഹങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. അതിനവരിൽ നിന്ന് പൗരത്വ രേഖ നിങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഷിബു, ഇതിനകത്ത് ചില പ്രത്യേക മേഖലകളെ, പ്രത്യേക വിഭാഗങ്ങളെ, ഇപ്പോൾ ബീഹാറിൽ അങ്ങനെ കേട്ടല്ലോ, അത്തരം ടാർഗറ്റ്സ് ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? ശബ്ദം കേട്ടില്ല. ഷിബു, ഒരു സെക്കൻഡ്, താങ്കൾ പറയുന്നത് എനിക്കിവിടെ കേൾക്കാൻ പറ്റുന്നില്ല. നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുന്ന ആ വാക്ക് ഉപയോഗിച്ചല്ലോ. ഈ കേരളത്തില് നുഴഞ്ഞുകയറ്റക്കാരെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളെ വെട്ടിമാറ്റിയിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സൗകര്യപ്പെടുന്നവരുടെ പേരുള്ള ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കാമെന്നും കരുതി ഇറങ്ങി തിരിച്ചതാണെങ്കിൽ ഒരൊറ്റ കുഞ്ഞിനെ പോലും നിങ്ങളുടെ ഔദാര്യത്തിന് ഈ കേരളത്തിൽ ഞങ്ങൾ വിട്ടുതരുമെന്ന് വിചാരിക്കേണ്ട. കേരളത്തിൽ അങ്ങനെ ഇല്ലാതെ പേടിച്ച് മുട്ടിടിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. കേരളമല്ലാത്ത ബംഗാൾ പോലെ, UP പോലെ അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ അരികുവൽക്കരിക്കപ്പെട്ട, നിങ്ങൾ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഒരു കുഞ്ഞു ഫോൺ പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരെ കൂടി ഞങ്ങൾ ഇന്ത്യക്കാരായി കാണുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. പിന്നെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനായി ഗുജറാത്തിൽ ഇപ്പോൾ SIR നടത്തുന്നത്? 10-25 കൊല്ലമായിട്ട് സംസ്ഥാനം നിങ്ങൾ ഭരിക്കല്ലേ, ഒരു 18 ഈ രാജ്യം നിങ്ങൾ ഭരിക്കല്ലേ? അവിടെ നുഴഞ്ഞുകയറ്റക്കാരെ ഇനിയും തടയാൻ പറ്റില്ല. അതിന് വോട്ടർ പട്ടിക പരിശോധിക്കുന്നതാണെങ്കിൽ 1/4 നൂറ്റാണ്ട് കാലമായിട്ട് ആ സംസ്ഥാനം ഭരിക്കുന്ന, ഒരു 18 രാജ്യം ഭരിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കാരോട് ഈ പണി നിർത്തിയിട്ട് പറമ്പിൽ തുമ്പെടുത്ത് കിളയ്ക്കാൻ പോകാൻ പറയും. ഇതിലും വൃത്തിയുള്ള പണി അതാ. അതല്ലാതെ അവിടെ കണ്ട് 1-2 പേര് നുഴഞ്ഞു കയറി എന്നും പറഞ്ഞ് 98 കോടി മനുഷ്യർ ഈ രാജ്യത്ത് ജനിച്ച് ഇവിടെ വോട്ട് ചെയ്യുന്ന SIR പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേരളത്തിലും. അതിന്റെ നടപടികൾ പുരോഗമിക്കുമ്പോഴും ആളുകൾക്ക് പൂർണ്ണമായും അതിന്റെ ആശങ്ക മാറിയിട്ടില്ല എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിജു നായർ, കെട്ടി കുഞ്ഞിക്കണ്ണൻ, ഒപ്പം ഷിബു മീരാൻ.